ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ചെയ്യാറുള്ള സാമ്പാറിനേക്കാളും കുറച്ച് വ്യത്യസ്ത ടേസ്റ്റിൽ ചെയ്യുന്ന സാമ്പാറാണ്. ഇതിനാവശ്യത്തിന് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടതിന് ശേഷം അതിലേക്ക് സവാള ഒരെണ്ണം, പച്ചമുളക് 1, 3 അല്ലി വെളുത്തുള്ളി ഇട്ട് വെള്ളമൊഴിച്ചതിന് ശേഷം കുക്കറടച്ച് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വിസിലിട്ടാൽ മതി. നന്നായി വെന്ത് വന്നതിന് ശേഷം പുളി കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് 3/4 ഭാഗം വെജിറ്റബിൾസ് വേകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. വിസിലിടേണ്ട ആവശ്യമില്ല, മൂടി വെച്ച് വേവിച്ചാൽ മതി. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം, നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് മൂത്ത് വരണ്ട, പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഈ പേസ്റ്റ് സാമ്പാറിൽ ചേർക്കുമ്പോഴാണ് ഒരു വ്യത്യസ്ത ടേസ്റ്റ് വരുന്നത്. നല്ല മണവുമാണ്. നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കിയെടുക്കുക. സാമ്പാറിൻ്റെ മലക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അരപ്പ് കുക്കാകുന്നത് വരെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് മല്ലിയില ഇട്ട് സാമ്പാർ മാറ്റി വയ്ക്കാം. താളിച്ചിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് 3 4 കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് കരിവേപ്പിലയും ചേർത്ത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.